സഹോദരങ്ങളെ, കർത്താവിൻ്റെ മിഷനിൽ പങ്കാളികളാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുക്കുകയാണ്. ഈ തലമുറയിൽ കർത്താവിന് ആവശ്യമുള്ളവരാണ് നമ്മൾ. ഇന്ന് പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നതും ആത്മാവ് ആഗ്രഹിക്കുന്നതും സമർപ്പണമുള്ളവരെയാണ്. കർത്താവിൻ്റെ മിഷൻ പലയിടങ്ങളിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ മിഷൻ പല രാജ്യങ്ങളിലും ദേശങ്ങളിലും അതിൻ്റെ അതിരുകൾ വിശാലമാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം സമർപ്പണമുള്ളവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ദൈവരാജ്യത്തിൻ്റെ വിശാലത ദൈവജനത്തിൻ്റെ സമർപ്പണത്തിന്മേലാണ്. കർത്താവ് ഈ മിഷന് വേണ്ടി വിളിച്ച നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തോടും കർത്താവ് ഏൽപ്പിച്ച ഈ ശുശ്രൂഷയോടും സമർപ്പണമുള്ളവരാകണം. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനത്തിൽ നമ്മൾ കണ്ടതാണ് ആ വചനം. പരിശുദ്ധ വചനം പറയുന്നു, കുരിശിൽ കിടന്ന് കർത്താവ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ കർത്താവ് നിലവിളിയോടെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താ കർത്താവ് പറഞ്ഞത്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ നിലവിളിക്കുള്ള ഉത്തരമാണ് നിന്റെ ജീവിതം, നിന്റെ ജീവിതം, നമ്മുടെ ജീവിതം. ഈ നിലവിളിക്കുള്ള ആൻസറാണ് നമ്മുടെ സമർപ്പണം. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് സമർപ്പണമുള്ള ജീവിതങ്ങളെയാണ്, സമർപ്പണമുള്ള കുടുംബങ്ങൾ, സമർപ്പണമുള്ള സമർപ്പിതർ, വന്യവൈദികർ, കർത്താവിൻ്റെ വചനത്തോടും ശുശ്രൂഷകളോടും മിഷനോടും പ്രതിബദ്ധതയുള്ള യുവജനങ്ങൾ. അതിലൊരുവനും ഒരുവളുമായി മാറുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമക്കാർക്ക് ഇത് ലേഖനം 12:1, റോമൻസ് ചാപ്റ്റർ 12:1. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എത്ര ശക്തമാണ് ഈ വചനം. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഒരു സജീവ ബലിയായി കർത്താവിന് സമർപ്പിക്കുവിൻ. നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കുവിൻ. യെസ്, നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് പരിശുദ്ധ വചനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ ജനം എൻ്റെ അവകാശമാണെന്ന് കർത്താവ് പറയുന്നതിന് കാരണം എന്താ? നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ സമർപ്പിത ജനതയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കുവിൻ. എന്ത് സമർപ്പിക്കുവിൻ? നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം, ദൈവം ദാനമായി തന്ന സകലതും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അവസരങ്ങൾ, എല്ലാം നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കുവിൻ. എത്ര പവർഫുള്ളാണ് ഈ വചനം! നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കുവിൻ. ഈ 2-ാം ദിനത്തിലെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളൊരു സമർപ്പണത്തിലേക്ക് വരുവാനാണ്. കർത്താവ് ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നു. നമ്മെക്കുറിച്ച് കർത്താവ് ഒത്തിരി വേദനിക്കുന്നുണ്ട്. ആ വേദനയുടെ പ്രധാന കാരണം നമ്മുടെ അശ്രദ്ധയും അലസതയും, നമ്മുടെ ശുഷ്കാന്തി ഇല്ലായ്മയും, കർത്താവിൻ്റെ മിഷനോട് നമ്മൾ കാണിക്കുന്ന അവഗണനയും, അതുപോലെ തന്നെ അതിനോടുള്ള തിരസ്കരണവുമാണ്. നമ്മുടെ സമർപ്പണമില്ലായ്മ ഇന്ന് ഒരുപാട് കർത്താവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്, നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കുവിൻ.
സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 3-ാം വചനത്തിൽ ഇത് തന്നെ വീണ്ടും ആത്മാവ് ആവർത്തിക്കുകയാണ്. സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുവിൻ. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ. നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിനായി പൂർണ്ണമായും സമർപ്പിക്കുവിൻ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയിൽ സമ്പന്നമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കണമെങ്കിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിനായി സമർപ്പിക്കുവിൻ. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? നമ്മൾ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവരാണ്. എല്ലാം കർത്താവിനും അവന്റെ വചനത്തിനുമായി സമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാ. ഈ വചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റില്ല. ഇന്ന് ദൈവകൃപയെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തടസ്സപ്പെടുത്തുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മാരകമായ, നമ്മൾ ചിന്തിക്കുന്നത് പല വിധത്തിലുള്ള ജഡപാപങ്ങൾ, ലൈംഗിക രാജുകത്വങ്ങൾ, കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ മാരകമായ പാപങ്ങൾ. അത് മാത്രമല്ല സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം. അനുസരണക്കേട്, കർത്താവിന്റെ വചനത്തോട് കാണിക്കുന്ന അനുസരണക്കേട്. ഇനി വചനം ആരോടാ സംസാരിക്കുന്നത്? ദൈവജനത്തോടാണ്. ഏതാനും ചില വ്യക്തികൾക്കുള്ളതല്ല. കർത്താവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ള, കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ച തൻ്റെ ജനത്തോടാണ് പരിശുദ്ധാത്മാവ് ഈ വചനം നൽകുന്നത്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും സമർപ്പിക്കുവിൻ. ഈ വചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവിടെ കൃപയില്ല സഹോദരങ്ങൾ, അനോയിന്റിംഗ് ഇല്ല, അഭിഷേകമില്ല. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നു, നശിക്കുന്നതിന് കാരണം ഈ വചനത്തോട് കാണിക്കുന്ന അനുസരണക്കേട്. ദമ്പതിമാരെ, നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടതാണ്, അവന്റെ വചനത്തിനായി. വന്യവൈദികരെ, സമർപ്പിതരെ, ഏകാവസ്ഥ ജീവിതം നയിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ യുവജനങ്ങളെ, നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഏത് ദൈവവിളിയിലായിരുന്നു കൊള്ളട്ടെ, നമ്മൾ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവരാണ്. ഈ വചനം മറന്ന് നമ്മൾ ജീവിക്കരുത്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തെ പിശാച് പലപ്പോഴും തടയുന്ന കാരണം, സമർപ്പണത്തിന്റെ ശക്തി പിശാചിനറിയാം, നല്ലതുപോലെ സാത്താൻ അറിയാം. സമർപ്പണമുള്ളവരിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ സഭയിൽ പ്രവർത്തിക്കുന്നത്, ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ പ്രാർത്ഥനയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. കർത്താവിന്റെ സത്യവചനത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന സുവിശേഷ ദർശനത്തോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. നശിക്കുന്ന ആത്മാക്കളോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. സ്വർഗത്തിന്റെ വേദനയോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. വേൾഡ് ഇവാഞ്ചലൈസേഷനോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. കർത്താവിന്റെ ഹൃദയ വേദനയോട് പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു സമർപ്പണം ഉണ്ടാകണം. യെസ്, കമ്മിറ്റ്മെന്റ്, യഥാർത്ഥമായൊരു സമർപ്പണം. നമ്മുടെ സമർപ്പണത്തെ പിശാച് പലപ്പോഴും തടസ്സപ്പെടുത്തും. നമ്മുടെ സമർപ്പണത്തെ തകർക്കുവാനായിട്ട് നോക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ സഭയെ പഠിപ്പിച്ചത്, കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാം വചനത്തിൽ 11:3, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സമർപ്പണം ക്രിസ്തുവിനുള്ള ലാളിത്യത്തിൽ നിന്ന്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന്, ക്രിസ്തുവിനോടുണ്ടായിരിക്കുന്ന സമർപ്പണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ചില ഡിസീവിങ് തോട്ട്സ്, വഞ്ചനാത്മകമായ ചിന്തകൾ, നമ്മളെ ചതിക്കുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിനെ കലക്കിക്കളയുന്ന, നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന, നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി വരുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല വിധത്തിലുള്ള ചിന്തകളിലൂടെ സാത്താൻ നമ്മൾ ആക്രമിക്കും സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങൾ ആക്രമിക്കും,
നമ്മുടെ ബന്ധങ്ങളെ ആക്രമിക്കും. ഇത് വെറും വാക്ക് പറയല്ല, ഇത് കർത്താവിന്റെ നിർമ്മലമായ വചനമാണ്. സർപ്പം ഹവ്വായെ, അപ്പൊ ഹവ്വയെ മാത്രമല്ല, കർത്താവ് വിളിച്ച ഓരാത്മാവിനെയും, കർത്താവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ള, കർത്താവിന്റെ ആത്മാവിന്റെ മുദ്രയുള്ള ഓരാത്മാവിനെയും നശിപ്പിക്കുവാൻ, അവിടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ പിശാചാവുന്നതെല്ലാം ചെയ്യുമെന്ന് വചനം മുന്നറിയിപ്പ് തരിക. വചനമാണ് പറയുന്നത്. തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുണ്ടായിരിക്കേണ്ട ആ സമർപ്പണത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, ആ ഹൃദയ ലാളിത്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുമോ, നിങ്ങൾ മാറിപ്പോകുമോ? ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സമർപ്പണത്തെ പിശാച് ഒത്തിരിയധികം ഭയപ്പെടുന്നുണ്ട്. സമർപ്പിത ആത്മാക്കളിലൂടെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നതെന്ന് പിശാചിനെ നല്ലതുപോലെ അറിയാം. നമ്മൾക്ക് നല്ല പ്രവർത്തകരായ പോലെ സഹോദരങ്ങളെ, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. സമർപ്പണമാണ് പ്രധാനം. കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട്, കർത്താവ് നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളോട് തികഞ്ഞ സമർപ്പണ ബോധം നമുക്കുണ്ടാകണം. ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെ വളർച്ചയുടെ പുറകിൽ സമർപ്പണമാണ്. നമ്മുടെ ശാലോം എടുക്കും നിങ്ങൾ, ആഗോള സഭയ്ക്ക് തന്നെ ശാലോമിന്റെ ശുശ്രൂഷകൾ, ശാലോം ടെലിവിഷൻ വളരെ അനുഗ്രഹമായിട്ട് മാറി. അതൊരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട് സംഭവിച്ചതല്ല. അതിനുവേണ്ടി സമർപ്പണം നടത്തിയ ചില ജീവിതങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബെന്നി സാറ്, ആരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങളും ആരും കാണാത്ത ചില കണ്ണുനീരുകളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിനെ ഒരുപാട് കലക്കിക്കളയുമാറ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, സഹനം ഉണ്ടായിട്ടുണ്ട്, വേദന ഉണ്ടായിട്ടുണ്ട്, ഹൃദയത്തെ തകർക്കുന്ന കണ്ണുനീരിന്റെ ചൂടേറിയ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ നടുവിലും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയോടും മിഷനോടുള്ള ആ സമർപ്പണത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഇന്ന് ശാലോം സാർവത്രിക സഭയിൽ വലിയ അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് ഉയർത്തിയത്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. നമ്മുടെ ഡിവൈൻ പോട്ട മിനിസ്ട്രി ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കാമ്പറമ്പിലച്ചൻ, ജോർജ് പനക്കലച്ചൻ അതിന് പ്രധാനപ്പെട്ട പില്ലറുകളാണ്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അധികാലങ്ങളിൽ അവരുടെ ആ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിന്മേല ഈ ഡിവൈൻ മിനിസ്ട്രിയെ കർത്താവ് ഉയർത്തിയത്. പിന്നീട് ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛൻ, അതുപോലെ കണിച്ചേരി അച്ഛൻ, ആന്റണി പയ്യപ്പള്ളിയച്ഛൻ, അങ്ങനെ വലിയ ഒരു വൈദിക നിരയെ പിന്നെ പരിശുദ്ധാത്മ കൂട്ടിച്ചേർത്ത് കൊടുത്തു. പക്ഷേ പ്രാരംഭകാലത്ത് ആയിക്കാമ്പറമ്പിലച്ഛനും നമ്മുടെ പനക്കലച്ഛനൊക്കെ അനുഭവിച്ച ചില കൊടിയ സഹനങ്ങളുണ്ട്. ഇന്ന് പലപ്പോഴും ഈ ഡിവൈൻ പോട്ട മിനിസ്ട്രി അല്ലെങ്കിൽ ലോകമെമ്പാടും അനേക ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ശുശ്രൂഷകളുമാറ് കർത്താവ് ആ സംവിധാനത്തെടുത്ത് ഉയർത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉയർച്ചയുടെ പുറകിൽ നമ്മൾ കാണാത്ത ഒരുപാട് കഷ്ടപ്പാടുകളും സഹനങ്ങളും കണ്ണുനീരുകളുമുണ്ട്. അതിനുവേണ്ടി വില കൊടുത്ത ജീവിതങ്ങളുണ്ട്. അതിനുവേണ്ടി ത്യാഗമെടുത്തവരെ, ആ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായിട്ട് ഇന്ന് ഈ മിനിസ്ട്രികളെല്ലാം ഇതുപോലെ വളർന്നു വന്നത്. ഹല്ലേലൂയ, ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ അദ്ദേഹം കൊടുത്തൊരു വിലയുണ്ട്. സെഗിയോൻ മിനിസ്ട്രികള്, അതുപോലെ തന്നെ AFC കൂട്ടായ്മകൾ ഇത്ര വളർന്നിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനച്ചൻ, നമ്മുടെ ഡാനിയിലച്ചൻ, അനേകം വൈദികര്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങള്, അതിന്റെ ഫൗണ്ടേഴ്സ് കൊടുത്തൊരു വിലയുണ്ട്. അത് FCC ആകട്ടെ, CMC ആകട്ടെ, അത് SABS ആകട്ടെ, SH ആകട്ടെ, അത് ഏത് സമർപ്പിത സമൂഹങ്ങളാകട്ടെ, ഇനി വൈദിക സമൂഹങ്ങളാകട്ടെ, എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ പുറകിൽ ഒത്തിരി ജീവിതങ്ങള് വില കൊടുത്തു, ത്യാഗമെടുത്തു. അവരുടെ മേൽ ശക്തമായൊരു സമർപ്പണത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ഈ സമർപ്പണത്തിന്മേലാണ് ആ സഭാ സമൂഹങ്ങളെയും ആത്മീയ ശുശ്രൂഷ മുന്നേറ്റങ്ങളെയെല്ലാം പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ഇതുപോലെ വളർത്തി 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 വലുതാക്കിയതും ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നതും. കമ്മിറ്റ്മെന്റിന്മേലാണ് വളർച്ച. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. കമ്മിറ്റ്മെന്റ് ഉള്ളവരെ പരിശുദ്ധാത്മാവിന് ആവശ്യം. ചുമ്മാ വാചകടിച്ചു പോകുന്നവരല്ല.
സഹോദരങ്ങളെ, അതിനുവേണ്ടി ത്യാഗെടുക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ മിഷന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് മുന്നേറ്റത്തിന് വേണ്ടി ചത്തുകിടന്ന് അധ്വാനിക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, അതിനെ പ്രതി കഠിനമായിട്ട് അധ്വാനിക്കുവാൻ, എന്തും കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു സമർപ്പണ ബോധം, പ്രതിബദ്ധത ദൈവത്തിന്റെ പൈതലേ നിനക്കുണ്ടോ? സഹോദര സഹോദരി നിനക്കുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം അതാണ്. നമ്മൾ പഴയ നിയമഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും ദാവീദിന്റെ വീരയോദ്ധാക്കൾ. അതിൽ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെ രാജാവായിരുന്നു. ആ 3 പ്രധാനപ്പെട്ട വീരയോദ്ധാക്കളുണ്ട്. അതിൽ ഒരുവിനെ കുറിച്ച് പരിശുദ്ധ വചനം പറയാം. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വചനം, 23:10. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവന്റെ കൈ വാളോട് ഒട്ടിച്ചെഴുതു പോയി. കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. പരിശുദ്ധ വചനം പറയും, ഇത് വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വായിച്ചു പോയി. ദാവീദിന്റെ 3 വീരയോദ്ധാക്കളിൽ ഒരു വീരയോദ്ധാവ് തൻ്റെ രാജാവിനോടുള്ള സമർപ്പണം, തൻ്റെ രാജ്യത്തോടുള്ള സമർപ്പണം, താൻ ഒരു പടയാളിയാണ്, പട്ടാളക്കാരനാണ്, തൻ്റെ ആ ഉത്തരവാദിത്വത്തോടുള്ള സമർപ്പണത്തെ പ്രതി, തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, തൻ്റെ രാജാവിനോട് ഉള്ള സ്നേഹത്തെയും രാജാവും സംരക്ഷിക്കപ്പെടുവാൻ തൻ്റെ ജീവൻ പണയം വെച്ച ചെറുപ്പക്കാരൻ എന്താ ചെയ്തത്? കൈ തളരും വരെ വെട്ടിക്കൊണ്ടിരിക്കുക, ശത്രുക്കളെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ സംഭവിച്ചത്? അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്ന് പോയി. കൈയും വാളും വേർപിരിക്കാൻ പറ്റാത്ത വിധം ഈ കൈ വാളോട് ഒട്ടിച്ചേർന്ന് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം അതിൻ്റെ പുറകിൽ അവൻ വേദന സഹിച്ചു കാണും. ഇത് പ്രസംഗിക്കാൻ എളുപ്പ സഹോദരങ്ങളെ. ഞാൻ ആ ചെറുപ്പക്കാരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ അതിനുവേണ്ടി കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ്, തൻ്റെ രാജ്യം സംരക്ഷിക്കപ്പെടണം, തൻ്റെ രാജാവ് സംരക്ഷിക്കപ്പെടണം, തൻ്റെ രാജാവിനോടും തൻ്റെ രാജ്യത്തോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ കൈ തളരും വരെ വെട്ടിയത് വാളുകൊണ്ട്. അവസാനം ഈ കൈ വാളോട് ചേർന്ന് പോയി. അവൻ ഒരുപാട് വേദന സഹിച്ചു. പക്ഷെ അവൻ വെട്ടി നിർത്തിയില്ല. അവൻ വേദന സഹിച്ച്, അധ്വാനിച്ച്, കഷ്ടപ്പെട്ട്, കണ്ണുനീരോടെ തൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ പടപൊരുതി. സഹോദരങ്ങളെ, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. സമർപ്പണമുള്ളവർക്ക് ഇത് പറ്റൂ. ഇത് കുടുംബജീവിതത്തിലാണെങ്കിൽ, സമർപ്പിത ജീവിതത്തിലാണെങ്കിൽ, വൈദിക ജീവിതത്തിലാണെങ്കിൽ, ഏകാവസ്ഥ ജീവിതത്തിലാണെങ്കിൽ, നമ്മൾ ഏത് ദൈവവിളിയിലാണെങ്കിലും സമർപ്പണമുള്ളവർക്കേ ഇത് സാധിക്കൂ. അല്ലാത്തവര് ചുമ്മാ വർത്തമാനം പറഞ്ഞു പോകും. ഇന്ന് കർത്താവിൻ്റെ മിഷൻ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുപോലെ സമർപ്പണമുള്ളവർ അധികമില്ല സഹോദരങ്ങളെ. കമ്മിറ്റ്മെന്റ് ഉള്ളവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അവൻ കൈ തളരും വരെ വെട്ടി അവൻ്റെ കൈ വാളോട് പറ്റിച്ചേർന്നു. ഈ സമയത്ത് രാജാവായ ദാവീദ് പറഞ്ഞു, സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഉണർവോടെ വായിക്കുക. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലം ഗുഹയിൽ ദാവീദിന് അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ഈ സമയത്ത് ദാവീദ് എവിടെയായിരുന്നു? രാജാവ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബെത്ലഹേമിലുണ്ടായിരുന്നു. ഒരു ഗുഹയിലാണ്, ദുർഗത്തിലാണ്. ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു, ബെത്ലഹേമിലെ പട്ടണവാതിൽക്കിലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. നിങ്ങൾ ആ വചനം ശ്രദ്ധിക്കണം. നമ്മൾ തൊട്ടു മുന്നമേ കണ്ടതാ, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിച്ച് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ, ആ ദാഹം തീർക്കുവാനുള്ളതാ എന്റെയും നിന്റെയും ജീവിതം.
മാനുഷിക രാജാവായിരുന്നു ദാവീദ്. ഈ മാനുഷിക രാജാവായ ദാവീദ് ദാഹം കൊണ്ട് നിലവിളിച്ചു, ആരെങ്കിലും എനിക്ക് എൻ്റെ ദാഹം ശമിപ്പിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഉടനെ ഈ 3 ചെറുപ്പക്കാർ, അവർക്ക് മനസ്സിലായി തങ്ങളെ രാജാവ് ദാഹത്തോടെ നിലവിളിക്കുകയാണ്, തൻ്റെ രാജാവിന് വലിയ ദാഹമുണ്ട്. ഈ 3 ചെറുപ്പക്കാരെന്താ ചെയ്ത്? 16-ാമത്തെ വചനം നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൃപയോടെ വായിക്കണം. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ചു കടന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്നു കൊടുത്തു. ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ 3 ചെറുപ്പക്കാർ അവരെന്ത് ചെയ്തു? ഫിലിസ്തീയ താവളം ഭേദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുകയാണ്. ആർക്കു വേണ്ടി? തങ്ങളുടെ രാജാവിന് വേണ്ടി. അതാണ് കമ്മിറ്റ്മെന്റ്, അതാണ് സമർപ്പണം. തങ്ങളുടെ രാജാവിന്റെ ദാഹം ശമിപ്പിക്കാൻ തങ്ങളുടെ ജീവൻ ഒരു പണയം വെച്ചാണ് ആ ഫിലിസ്തീയ താവളത്തിലേക്ക് ഈ 3 ചെറുപ്പക്കാർ പോയത്. ഇന്ന് ലോകത്തിലെ പല ദുഃഖങ്ങളിലും അനേക രക്തസാക്ഷികള് രക്തം കൊടുത്ത് രക്തം ചിന്തി മരിക്കാൻ ആയിരങ്ങൾ 10,000 മുന്നോട്ട് വരുന്നു. അവർക്ക് മരിക്കാൻ കൊതിയുണ്ടായിട്ടില്ല സഹോദരങ്ങളെ. തങ്ങളുടെ രാജാവായ ക്രിസ്തുവിനെ പ്രതി, ഈശോയെ പ്രതിയാണ് അവർ മരണമടയുന്നത്. അവർ ജീവൻ പണയം വയ്ക്കുക, ജീവൻ കൊടുത്തു പോലും അവർ കർത്താവിനെ സ്നേഹിക്കുകയാണ്. അതാണ് കമ്മിറ്റ്മെന്റ് സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും ഈ വചനം വായിച്ച് എനിക്ക് ഒരുപാട്, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഒരു ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടായി. ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ, ഇതുപോലെയുള്ള ഇത്തരത്തിൽ സമർപ്പണമുള്ള കുടുംബസ്ഥരെ, വൈദികരെ, സമർപ്പിതരെ സഭയിൽ ഉണർന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മിഷൻ ഈ നാളുകളിൽ ശക്തിയോടെ മുന്നോട്ട് പോകും. കർത്താവിൻ്റെ മഹത്വം സഭയിലൂടെ ലോകം ദർശിക്കുവാൻ പരിശുദ്ധാത്മാവിടെ വരുത്തും. ആ 3 ചെറുപ്പക്കാര് ഫിലിസ്തീയ താവളം ഭേദിച്ച് തങ്ങളെ ജീവൻ പണയപ്പെടുത്തി തങ്ങളെ രാജാവിന്റെ ദാഹം ശമിപ്പിക്കുകയാണ്. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കർത്താവിന്റെ ദാഹം ശമിപ്പിക്കാൻ നിന്റെ ജീവിതം കൊടുക്കാൻ നീ തയ്യാറാണോ? എന്തുമാത്രം വചനം കേട്ടവളാ നീയേ. ഈ വചനത്തിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കാൻ നിനക്ക് തീരുമാനമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാൻ നമുക്ക് തീരുമാനമുണ്ടോ? കർത്താവേ, രാജാക്കന്മാരുടെ രാജാവായ അങ്ങയുടെ ദാഹം ശമിപ്പിക്കാൻ എൻ്റെ സാധ്യതകളെ, എൻ്റെ കഴിവിനെ, എൻ്റെ അവസരങ്ങൾ, എൻ്റെ ബന്ധങ്ങള്, എൻ്റെ ജീവിതം മുഴുവനും അങ്ങയുടെ ദാഹം ശമിപ്പിക്കുവാൻ, എൻ്റെ ജീവിതം പണയപ്പെടുത്താൻ പോലും കർത്താവേ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ ജീവിതത്തെ അവന്റെ മഹത്വത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനമുള്ള, പ്രതിബദ്ധതയുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ മാത്രം ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് ആവശ്യം തീരുമാനമുള്ള ജീവിതങ്ങളെയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നത്. കർത്താവിന്റെ മിഷനു വേണ്ടി ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നിനക്ക് സാധിക്കൂ. പൗലോസ് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എന്റെ ഈ വിശ്വാസത്തിന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എത്ര ശക്തമാണ് പൗലോസിന്റെ നിലപാട്! പൗലോസ് ദൈവജനത്തോട് പറയാ, എന്റെ ജീവിതത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി പണയപ്പെടുത്തുവാൻ ഈ ജീവിതം പൂർണ്ണമായും കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അവനെ പ്രതി രക്തസാക്ഷിത്വം വരിക്കാൻ, അവനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി കളയാൻ,
അവനെ പ്രതി എൻ്റെ ജീവിതം പൂർണ്ണമായും പ്രയോജനപ്പെടുക, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല, ഒരു മോട്ടീവില്ല. എത്ര ശക്തമായ നിലപാടാണ്, ധീരതയാണ്, തീരുമാനം. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ, സഹോദര സഹോദരി, നിന്റെയും എന്റെയും ജീവിതം അവനായി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തന ആ വചനത്തിൽ 9-ാം അധ്യായത്തിലാണത്. 23, 24, 25 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വചനം ഒന്ന് ശ്രദ്ധിച്ച്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ എന്ന് പറഞ്ഞ പൗലോസ്ലീഗയാണ്, സാവൂളാണ്. അവനെ വധിക്കാൻ യഹൂദന്മാർ കൊന്നുകളയാൻ ഗൂഢാലോചന നടത്തി. അത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. ഉടനെ എന്താ സംഭവിച്ച്? എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനൊരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. ഞാൻ വിശ്വസിക്കുന്നു, പൗലോസ്ലീഗയെ ഒരു കൊട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴേക്ക് ഇറക്കുക. അങ്ങനെ ഇറക്കുവാൻ ചില ജീവിതങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കർത്താവിന്റെ സഭയ്ക്ക് പൗലോസിന് ഇതുപോലെ കിട്ടുമായിരുന്നോ? എനിക്ക് സംശയമുണ്ട്. ആ കൊട്ടയിലിരുത്തി പൗലോസ്ലീഗയെ മതിലിന്റെ മുകളിലൂടെ താഴെ ഇറക്കാൻ ആ 3-4 ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ആ ജീവിതങ്ങൾ, അവരെടുത്തൊരു എഫർട്ടുണ്ട് സഹോദരങ്ങൾ. ആർക്ക് വേണ്ടി അവരിത് ചെയ്തത്? കർത്താവിന്റെ മിഷന് വേണ്ടി. അവർക്ക് ബോധ്യമുണ്ട്, പൗലോസിന് ചെയ്യുന്ന ഈ നന്മ അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വിശാലതയ്ക്ക് വേണ്ടിയാണ്. സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ, ഒഴുകട്ടെ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. ഒരു വ്യക്തി ജീവിതത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ ഓരാത്മാവും വചനത്തിലും കൃപയിലും നാടൻ ഭാഷയിൽ പറഞ്ഞ ഈ 3-4 ചെറുപ്പക്കാർ അവരെന്തിനാ ഈ റിസ്ക് എടുക്കാൻ പോയേ? സമർപ്പണത്തിൽ റിസ്ക് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. സമർപ്പണത്തിൽ സഹനമുണ്ട്, കണ്ണീരുണ്ട്, അധ്വാനങ്ങളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇന്ന് ഇതിനൊന്നും പലർക്കും സമ്മതമല്ല. അതുകൊണ്ടാണ് സമർപ്പിതരുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമർപ്പിതം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ. ദൈവജനം മുഴുവൻ സമർപ്പിക്കപ്പെട്ടവരാ. സഭ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവളാണ്. ആ 3-4 ചെറുപ്പക്കാർ ഒരു കൊട്ടയിൽ ഇരുത്തുക, എന്ത് റിസ്ക്കാന്ന് ആലോചിച്ചേക്ക്. ആരെങ്കിലും കണ്ടാൽ ഈ 4 പേരുടെയും ജീവിത അപകടത്തിലാവും. അവർ വലിയ റിസ്ക് എടുത്ത്, അവർക്ക് ഉറപ്പുണ്ട്, പൗലോസ്ലീഗയെ സംരക്ഷിച്ചാൽ സഭയ്ക്ക് വലിയ നന്മയായി തീരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പോരാടുന്നവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. യോശുവയെ പോലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവാചകരെ, ദൈവവചനത്തിന്റെ പ്രഘോഷകരെ നമ്മൾ സംരക്ഷിക്കണം. അവരെ നമ്മൾ പരിരക്ഷിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ ബലപ്പെടുത്തണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തല്ലേ. ആ കൊട്ടയിൽ ഇറക്കാൻ അവിടെ അവർ മുന്നോട്ട് വന്നില്ലെങ്കിൽ പൗലോസിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ മരണം പെട്ടു പോകാം, കർത്താവിന്റെ ഹിതം അതാണെങ്കിൽ. പക്ഷെ അവര് കൊട്ടയിൽ ഇറക്കി താഴേക്ക്, ആ മതിലൂടെ താഴേക്ക് ഇറക്കാൻ അവര് മുന്നോട്ട് വന്നു. ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. ഞങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പൗലോസിലേക്ക് രക്ഷിക്കപ്പെടണം. പൗലോസ് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവനാണ്, അദ്ദേഹത്തിന് പരിരക്ഷയുണ്ടാകണം, അദ്ദേഹം സംരക്ഷിക്കപ്പെടണം. എന്താ ആ 4 പേരുടെ സമർപ്പണം നിങ്ങൾ ആലോചിച്ച്. കർത്താവിൻ്റെ മിഷനോടുള്ള അവരുടെ സ്നേഹം കണ്ടു, കർത്താവിൻ്റെ വചനത്തോടുള്ള സ്നേഹം. ഇങ്ങനെ അറിയപ്പെടാത്ത എത്ര ജീവിതങ്ങളാണ് പരിശുദ്ധ വചന, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ പുറകിൽ അവർ കൊടുത്ത വലിയൊരു വിലയുണ്ട്. അതിന് പറയുന്ന പേരാണ് കമ്മിറ്റ്മെന്റ്, സമർപ്പണം. അതുകൊണ്ട് വലിയ ഒരു അപ്പോസ്തലനെ, മിഷണറിയെ കർത്താവിൻ്റെ സഭയ്ക്ക് ലഭിച്ചു. ആ 3 ചെറുപ്പക്കാര് അവരതാണ് ചെയ്തത്.
അവരെ നഷ്ടപ്പെടുത്തുകയാണ്. ജീവൻ പണയപ്പെടുത്തി ശത്രുക്കളായ ഫിലിസ്ത്യരുടെ താവളം ഭേദിച്ചു. ഫിലിസ്ത്യ സൈന്യം ഇത് കണ്ടാൽ ഈ 3 ചെറുപ്പക്കാരെയും കൊന്നുകളയും. ഒരുപാട് മരിക്കണമെങ്കിൽ മരിക്കട്ടെ. നമുക്ക് നമ്മുടെ രാജാവിൻ്റെ ദാഹം ശമിപ്പിക്കാം. നമ്മുടെ രാജാവ് ദാഹിച്ചിരിക്കുക. അവരെ എല്ലാം മറന്ന് പോവുക. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് സഹോദരങ്ങളെ. കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരുപാട് ജീവിതങ്ങൾ. നമ്മൾ നൈജീരിയയിലേക്ക് നോക്കുമ്പോൾ, സുഡാനിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഭാരതത്തിൻ്റെ പല ഇടങ്ങളിലും പല ഗ്രാമങ്ങളിലും സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഒരുപാട് ഇതുപോലെ നഷ്ടപ്പെടുത്തിയ ഒത്തിരി ജീവിതങ്ങളെ കാണാം. വെറും വാക്ക് പറയില്ല സഹോദരങ്ങളെ. കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവരെ, കർത്താവിനെ പ്രതി തങ്ങൾക്ക് ലാഭമായിരുന്ന പലതും ഉച്ഛിഷ്ടം പോലെ കരുതിയ അനേകം ജീവിതങ്ങളെ നമുക്ക് ഇന്ന് സഭയിൽ, ലോകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അവരെത്ര ബ്ലെസ്സഡ് ആണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം അവിടെ 7-8 വചനങ്ങൾ ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ കർത്താവിനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. പലപ്പോഴും പല മിഷൻ പ്രദേശങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കർത്താവിൻ്റെ മിഷണറിമാരെ ആ മിഷനിൽ പങ്കാളികളായിക്കൊണ്ട്, അവരൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ, എന്നാൽ കർത്താവിൻ്റെ മിഷനു വേണ്ടി ദൂരദേശങ്ങളിലേക്ക് പോയി, പലയിടങ്ങളിലേക്ക് അവർ പോയി. അവർ കണ്ണീരോടെ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ. അങ്ങനെയുള്ള വളരെ ദുർഘടമായ സാഹചര്യങ്ങളിൽ പിറുപിറുപ്പുകളില്ലാതെ, പരാതികളില്ലാതെ, സ്നേഹത്തോടെ മിഷൻ ചെയ്യുന്ന എത്രയധികം സമർപ്പിതരെ, വന്യവൈദികരെ, ആത്മായ പ്രേക്ഷിതരെ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാം, നമ്മൾ കർത്താവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. നമ്മളിതുപോലെ ഓടി നടന്ന് വചനം പറയാനല്ല, നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. എന്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം? കർത്താവിൻ്റെ മിഷനോട്. ഈ മിഷൻ ചെയ്യുന്നവരെ സ്നേഹിക്കുവാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുക്കാൻ, അവരുടെ മേൽ അഭിഷേകം പകരപ്പെടുവാൻ, അവർ സംരക്ഷിക്കപ്പെടുവാൻ, അവർ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ, അവർ കൃപയിൽ വീണുപോകാതിരിക്കാൻ, നമ്മൾ മുട്ടുമടക്കാൻ, കൈവിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, അവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ, കരുതാൻ നമുക്ക് സമർപ്പണം ഉണ്ടാകണം. ആ സമർപ്പണത്തെക്കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നു. അല്ലാതെ നമ്മൾ ഇന്നും അല്ലെങ്കിൽ നാളെ തന്നെ നേരെ നമ്മൾ ആഫ്രിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ പോയി സുവിശേഷം പറഞ്ഞ് അല്ലെങ്കിൽ അവിടെയുള്ളവരോട് കർത്താവിനെ കൊടുക്കാനല്ല. അങ്ങനെ വെളിയുള്ളവർ പോകണം. ദൈവം നമ്മളെ നിർത്തിയ മേഖലകളിൽ എന്തുമാത്രം സാധ്യതകളുണ്ട് സഹോദരങ്ങളെ. അവിടെ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങൾ സമർപ്പണത്തോടെ ചെയ്യുക. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ മോൺട്രിയാലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മഹാവിശുദ്ധനെ കാണാൻ പറ്റും. വിശുദ്ധനായ ആൻഡ്രേ. ഏകദേശം 40 വർഷമാണ് അദ്ദേഹം ഒരു കോളേജിന്റെ ഡോർ കീപ്പറായി, വാതിൽ കാവൽക്കാരനായി ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല. ആ നാളുകൾ പ്രാർത്ഥിച്ചു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. ഒരു ഡോർ കീപ്പറായിട്ട് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വിശ്വസ്തയോടെ, സമർപ്പണത്തോടെ ആ വാതിൽ കാവൽക്കാരനായി വാതിൽ അടയ്ക്കുന്നു, വാതിൽ തുറക്കുന്നു. വിദ്യാർത്ഥികൾ കയറി വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം, പോകുമ്പോൾ വാതിൽ അടയ്ക്കുന്നു. 40 വർഷക്കാലം ഇന്ന് കർത്താവിൻ്റെ സഭയിൽ വലിയൊരു വിശുദ്ധനായി. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പം അനുസരിച്ചല്ല കർത്താവ് നമുക്ക് അംഗീകാരവും കൃപയും തരുന്നത്. ആ ശുശ്രൂഷകൾ ചെറുതായിരിക്കാം, നമ്മുടെ മുൻപിൽ ചെറുതും വലുതൊക്കെ നമ്മളെ തീരുമാനിക്കണം. ആ ശുശ്രൂഷ നീ എങ്ങനെ നിർവഹിക്കുന്നു, അതാ കർത്താവ് ശ്രദ്ധിക്കുന്നത്. നിന്റെ മോട്ടീവ് എന്താണ്? അവിടെ നീ ആനന്ദത്തോടെയാണ് ചെയ്യുന്നത്, നീ സമർപ്പണത്തോടെയാണ് ചെയ്യുക. ആ സമർപ്പണത്തെയാ കർത്താവ് നോക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ സമർപ്പണത്തെയാണ് പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ വചനം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുന്ന വചനങ്ങളല്ല,
കേൾക്കുന്ന നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നത് ഈ വചനം എന്ത് മോട്ടീവ്, എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് എൻ്റെ ജനത്തോട് ഇവൻ പറയുന്നത്, എൻ്റെ ദാസൻ പറയും. ഇതാണ് പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ മോട്ടീവ് അതാ കർത്താവ് നോക്കുന്നത്. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചെറുപ്പക്കാർ കൊട്ടയിലിരുത്തിയാറ് പൗലോസ് പറയാണ്, ഞാനെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതി. കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തിയ ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇരു കരങ്ങൾ എടുത്തിട്ട് 3 പ്രാവശ്യം സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. ഈശോ ഈശോ, അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ. കർത്താവിന്റെ മിഷന് വേണ്ടി കഠിനമായി അധ്വാനിക്കാൻ നീ തയ്യാറാണോ? ത്യാഗമെടുക്കാൻ, സഹിക്കാൻ, കർത്താവിന്റെ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, അതിനെ പ്രതി എന്തൊക്കെ നേരിടേണ്ടി വന്നാലും അത് കൃപകളായി സ്വീകരിക്കുവാൻ സഹോദരങ്ങളെ നമുക്കൊരു തീരുമാനമുണ്ടോ? പൗലോസ് പറയുന്നില്ലേ, കൊളോസസ്കാർക്ക് ഇത് ലേഖനം 1:29, കൊളോസസ് 1:29 എന്താണ് വചനം പറയുന്നത്? പരിശുദ്ധ വചനം പറയാണ്, എന്നിൽ ശക്തമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. കർത്താവിന്റെ മിഷന് വേണ്ടി ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് എൻ്റെ മാനുഷിക കഴിവ് കൊണ്ടല്ല, എന്നെ ഉണർത്തുന്ന അവന്റെ ശക്തി. ആ ശക്തി ആരാ? പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവിന്റെ മിഷന് വേണ്ടി ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. കരമടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. സ്തുതിച്ച് 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 ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കൃപൊഴുകട്ടോട് കഠിനമായി അധ്വാനിക്കാൻ സഹോദരൻ നീ തയ്യാറാണോ? കർത്താവിന്റെ മിഷന് വേണ്ടി നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും, ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നവനല്ല, വിശ്വസ്തനാണ്, വാഗ്ദാനങ്ങൾ വിശ്വസ്തൻ. ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു, കഠിനമായി അധ്വാനിക്കുന്നു, കഠിനമായി അധ്വാനിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കും. എസ്തേറിന്റെ പുസ്തകം 4:16 നിങ്ങൾ വരിക. എസ്തേറിന്റെ പുസ്തകം 4:16 അവിടെ എസ്തേർ രാജ്ഞി എടുക്കുന്നൊരു തീരുമാനം. ആ സമർപ്പണത്തിലൂടെയാണ് കർത്താവ് തൻ്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്തത്. നീ പോയി സൂസയിലുള്ള സകല യഹൂദരെ ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കും. മൊർദെഖായോട് എസ്തേർ രാജ്ഞി പറയുന്ന വാക്കുകൾ, 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ രാജകീയ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ദൈവജനത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി എസ്തേർ പറയും, എൻ്റെ ജീവൻ നശിക്കണമെങ്കിൽ, എൻ്റെ ജീവൻ അത് ഞാൻ മരിക്കാൻ പോലും തയ്യാർ. കാരണം രാജാവ് വിളിക്കാതെ, രാജ്ഞിയാണെങ്കിൽ പോലും രാജസന്നിധിയിലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവജനത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി 3 രാവും പകലും ദൈവത്തിന് മുമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചു. അതൊരു കമ്മിറ്റ്മെന്റ് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ ജനത്തോടുള്ള സമർപ്പണം, കർത്താവിന്റെ മനസ്സറിഞ്ഞ് എസ്തേർ പ്രവർത്തിക്കുക. എസ്തേർ മനസ്സിലായി, ദൈവം എന്നെ രാജ്ഞിയാക്കിയിരിക്കുന്നത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി അല്ലാതെ പേർഷ്യൻ കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് സുന്ദരിയായി സുഖമായി ജീവിക്കാനല്ല ഈ കൊട്ടാരത്തിലേക്ക് എൻ്റെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, കർത്താവിന്റെ ജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തൻ്റെ ദൗത്യം മനസ്സിലാക്കി ആ ദൗത്യ നിർവഹണത്തിന് വലിയൊരു സമർപ്പണം അവൾ നടത്തുക. രാജാവിന് നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജസന്നിധിയിലേക്ക് പോകും. ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. രാജാവിൻ്റെ കിങ്കരന്മാർ എന്നെ കൊന്നുകൊളഞ്ഞാലും ശരി, ഞാൻ രാജാവിൻ്റെ മുൻപിലേക്ക് പോകും എൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കാൻ. സഹോദരങ്ങളെ, എന്നാ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണത്. ഓ ജീസസ്, ജീസസ്. കർത്താവിൻ്റെ സഭയോടുള്ള സമർപ്പണം,
കർത്താവിൻ്റെ വചനത്തോടുള്ള സമർപ്പണം. ദൈവജനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാ. സഭ സംരക്ഷിക്കപ്പെടാൻ, കർത്താവിൻ്റെ മിഷൻ വളരുവാൻ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ ഈ മിഷന്റെ വ്യാപ്തി വർദ്ധിക്കുവാൻ നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? നിന്റെ കുടുംബത്തെ സമർപ്പിക്കാൻ. ഈ മിഷൻ മാസത്തിൽ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ മിഷൻ മാസം എന്ന് പറഞ്ഞാൽ പോരാ സഹോദരങ്ങളെ. ആ മിഷന് വേണ്ടി തീരുമാനം എടുക്കും. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വളർച്ചയ്ക്ക്, മുന്നേറ്റത്തിനും വേണ്ടി അങ്ങനെയുള്ള മിനിസ്ട്രികളെ സഹായിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ത്യാഗമെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എസ്തേർ ബിഗ് കമ്മിറ്റഡ്. അവൾ സമർപ്പണമുള്ളവരാണ്. പരിശുദ്ധ അമ്മ മാതാവ് ദൈവഹിതത്തോട് കീഴ്പ്പെടുകയാണ്. ലൂക്ക 1:38 നമ്മൾ എന്താ കാണുന്നത്? ലൂക്കായുടെ സുവിശേഷം 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറപ്പെടട്ടെ. ദൈവഹിതത്തോട് പൂർണ്ണമായി അവൾ സമർപ്പിക്കപ്പെടുകയാണ് സഹോദരൻ. കമ്മിറ്റഡായി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ അമ്മ മാതാവ് കൊടുത്തൊരു വിലയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹിക്കാൻ നമ്മൾ തയ്യാറാണോ? അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണോ? ത്യാഗമെടുക്കാൻ തയ്യാറാണോ? അതിനുവേണ്ടി അപമാനങ്ങൾ സഹിക്കുവാൻ, അപവാദങ്ങൾ ഏറ്റെടുക്കുക. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, അവഹേളിക്കപ്പെടും, നമ്മൾ ഒരുപാട് ക്രൂശിക്കപ്പെടും, മാനസിക ശാരീരികമായി നമുക്ക് പീഡനങ്ങളും ഉണ്ടാകും. ഇതെല്ലാം കർത്താവിനെ പ്രതി, അവന്റെ വചനത്തെ പ്രതി കൃപയായി സ്വീകരിക്കുവാൻ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് തീരുമാനമുണ്ടോ? തീരുമാനമുണ്ടോ സഹോദരൻ? ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയും, സമർപ്പണമുള്ളവർ. കർത്താവിന്റെ മിഷനോട് നമ്മൾ സമർപ്പണമുള്ളവരാകാൻ പരിശുദ്ധാത്മ നമ്മളെ വിളിക്കുന്നു. ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മളെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്താ വചനം പറയുന്നത്? ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 2 സാമുവേൽ 2-ാം പുസ്തകം 23:17. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, 23:17 ദൈവത്തിന് തിരുവെഴുത്ത് പറയാം. അവൻ പറഞ്ഞു, ദാവീദ് പറയാണ്, കർത്താവേ, ഈ 3 ചെറുപ്പക്കാര് അവര് വെള്ളം കൊണ്ട് കൊടുത്തിരിക്കുക, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തി ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ. ആ 3 ചെറുപ്പക്കാരുടെ സമർപ്പണവും ത്യാഗവും കണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ ഈ വെള്ളം കുടിക്കില്ല, ഞാനിത് കർത്താവിനൊരു നൈവേദ്യമായി ഞാനിത് സമർപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിനെ പ്രതി നമ്മൾ സഹിക്കുമ്പോൾ, ത്യാഗങ്ങൾ എടുക്കുമ്പോൾ, കർത്താവിനെ പ്രതി നമ്മൾ നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ, നഷ്ടപ്പെടുത്തുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ, കർത്താവിൻ്റെ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ബലിയായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവ് അത് നൈവേദ്യമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ തൻ്റെ കൃപ കൊണ്ട് പൊതിയുകയാണ്, തന്റെ മഹത്വം കൊണ്ട് പൊതിയുകയാണ്. ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടിയും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി നഷ്ടപ്പെടുത്തിയ സമർപ്പിതർക്ക് കർത്താവ് കൊടുക്കുന്ന റിവാർഡാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ സമർപ്പണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മൾ നമ്മുടെ സ്വന്തമല്ല, കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. നമ്മൾ കർത്താവിനുള്ളവരാണ്.
നമ്മൾ അവനായി ഇതാണ് സമർപ്പണത്തിന്റെ അടിസ്ഥാനം. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മൾ സ്വന്തമായി നേടിയതല്ല ഈ ജീവിതം. ഈ ജീവിതത്തിന്റെ വില നമ്മുടെ കർത്താവിന്റെ ജീവന്റെ വിലയാണ്, അവന്റെ രക്തത്തിന്റെ വിലയാണ്. ആമേൻ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയും, നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ എന്ന് വചനം പറയുന്നതിന് കാരണം ഈ ജീവിതം കർത്താവ് തന്നത്. അതെങ്ങനെ തന്നു? സ്വന്തം രക്തം കൊടുത്ത്. കർത്താവ് തൻ്റെ രക്തം പകരം കൊടുത്തു നമ്മുടെ ജീവനെ നേടുവാൻ, നമ്മൾ വിലയ്ക്ക് വാങ്ങാൻ. അതിനാൽ നിങ്ങൾ സ്വന്തമല്ല. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ കഴിവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ചില സമയങ്ങളിലൊക്കെ പല വിധത്തിൽ ഞെരുക്കങ്ങളും ക്ലേശങ്ങളും അതുപോലെ തന്നെ ഈ ശുശ്രൂഷകളെ തിരക്കുകളൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ മാനസികമായി ചിലപ്പോൾ നമ്മൾ ഒത്തിരി ചില സഫറിങ്, ചില ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ നമുക്ക് വരും. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇത്രയും തിരക്ക് വേണം, ഇങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടണം, അധ്വാനിക്കണം എന്നൊക്കെ. ഒരു അധ്വാനം കഷ്ടപ്പാടും ചിന്തിച്ച ഒന്നും തന്നെ ഇല്ല. പക്ഷേ ചില സമയത്ത് നമ്മളങ്ങനെ ചിന്തിച്ചു പോകും, ഇത്രയൊക്കെ വേണം കർത്താവേ, ഒരുപാട് ഒത്തിരി അധ്വാനം കൂടിപ്പോകുന്നുണ്ടോ, സമയം കിട്ടാത്തതുപോലെ ഒക്കെ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇതെല്ലാം നമുക്ക് എപ്പോഴും കർത്താവിനായി പ്രയോജനപ്പെടാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും കർത്താവിനായി പ്രയോജനപ്പെടാൻ പറ്റാത്ത ചില അവസരങ്ങളും സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ കർത്താവ് അനുവദിക്കുന്ന ഈ സമയങ്ങൾ മാക്സിമം അങ്ങ് പ്രയോജനപ്പെടണം. ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ വരേണ്ടത്. ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, എപ്പോഴും നമുക്ക് ഇതുപോലെ പ്രയോജനപ്പെടാൻ പറ്റുകയില്ല. ഇവിടെ പറ്റുന്ന സമയങ്ങളിൽ മാക്സിമം കർത്താവിന് കൊടുക്ക്. കാരണം നമ്മൾ നമ്മുടെ സ്വന്തമല്ല, ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരൻ, ജീവിത പങ്കാളി, മക്കള്, നമ്മുടെ പണം, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ വൈഭവങ്ങൾ, നമ്മുടെ മാനുഷിക ശേഷികൾ എല്ലാം കർത്താവിന്റെ ദാനമാണ്. ഇതൊന്നും നമ്മുടേതല്ല. നിങ്ങൾ സ്വന്തമല്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അതിന് കർത്താവ് കൊടുത്ത വിലയാണ് തന്റെ സ്വന്തം ജീവൻ, തന്റെ രക്തമാണ് കർത്താവ് അതിന് വിലയായി കൊടുത്തത്, പകരമായി കൊടുത്തത്. സഹോദരങ്ങളെ, ഇതാണ് സമർപ്പണത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ബി കമ്മിറ്റഡ്. കർത്താവിന്റെ മിഷനോട് സമർപ്പണമുള്ളവരാണ്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കർത്താവിന്റെ ഈ വചനത്തോട്, നിർമ്മലമായ വചനത്തോട് സമർപ്പണമുള്ളവർ, കർത്താവിന്റെ സഭയോട് സമർപ്പണമുള്ളവരാകണം. നമ്മുടെ സമർപ്പണം വർദ്ധിക്കണം. സമർപ്പണമുള്ളവരെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമർപ്പണത്തെ കെടുത്താൻ പിശാച്, കൊത്തിപ്പറിക്കാൻ നോക്കും പിശാച്. അത് നമ്മൾ വളരെ കെയർഫുൾ ആകണം. നമ്മുടെ സമർപ്പണത്തെ തകർക്കാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. അവിടെ നമ്മൾ അലർട്ടായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 15:11 പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ഉൽപ്പത്തി 15:11 എന്താ വചനം പറയുന്നത്? ആ യാഗപീഠത്തിൽ ബലിവസ്തുക്കൾ വെക്കുക, ആ ബലിവസ്തുക്കളിലേക്ക് ആ പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിയോടിച്ചു. ബലിപീഠത്തിൽ വച്ചിരിക്കുന്ന ബലിവസ്തുക്കളെ കൊത്തിപ്പറിക്കാൻ റാഞ്ചി കഴുകന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം അതിനെ ആട്ടിയോടിച്ചു. ഇതുപോലെ സഹോദരി, നിന്റെ സമർപ്പണത്തെ നശിപ്പിക്കാൻ, നിന്റെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ കർത്താവിന്റെ മിഷനോടും അവന്റെ സത്യവചനത്തോടും സഭയോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത ഇല്ലാതാക്കാനും, അതിന്റെ തീഷ്ണതയെ ശമിപ്പിക്കാനും, അതിന്റെ തീ കെടുത്തിക്കളയാനും ഇതുപോലെ പല റാഞ്ചി കഴുകന്മാരെ നമ്മളെ കൊത്തിപ്പറിക്കാൻ വരും. ആട്ടിയോടിക്കാനുള്ള ജാഗ്രതയും ജ്ഞാനവും തീരുമാനവും നമുക്കുണ്ടാകണം. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ സഹോദരങ്ങളെ. പലപ്പോഴും ഈ കാര്യത്തിലുള്ള നമ്മുടെ കെയർലെസ് ആറ്റിറ്റ്യൂഡാണ് ഇന്ന് അനേകം ആത്മാക്കൾ നശിക്കാനുള്ളൊരു കാരണം. കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പ് ലഭിച്ച പലരും കൃപയിൽ വീണു പോകുന്നതിന് കാരണം ഈ കഴുകന്മാരെ ആട്ടിയോടിക്കുന്നതിൽ അവർ അശ്രദ്ധയും അലസ്വരമായി തീരുന്നു. അബ്രഹാം അവയെ ആട്ടിയോടിച്ചു എന്നാ പറയുന്നത്. ആട്ടിയോടിച്ചു.
ഈ ഒരു തീരുമാനം നമ്മുടെ സമർപ്പണത്തെ നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരെയും ഒന്നിനെയും അനുവദിക്കുക. സമർപ്പണം കർത്താവിനോടാണ്. സമർപ്പിത വസ്തുക്കൾ കർത്താവിൻ്റെതാണ്. നിനക്കത് അറിയാമെങ്കിലും അറിഞ്ഞില്ലെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കി, നിന്റെ സമർപ്പണം ശരിയാണെങ്കിൽ കർത്താവിൻ്റെ കരം നിന്റെ മേലുണ്ടാകും. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിനക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഉറപ്പോടെ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ കരമുണ്ടാകും. കർത്താവിന്റെ കരമുണ്ടാകും. നീ ആ കരത്തിന്റെ മറവിലാണ്, നീ ആ കരത്തിന്റെ തണലിലാണ്. ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജോഷുവ, നിന്റെ ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം യു ആർ ചോസൻ. നിന്റെ മേൽ എൻ്റെ കരമുണ്ട്. മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. നിന്റെ മേൽ എൻ്റെ കരമുണ്ട്. നിന്റെ ജീവിതത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ 3 ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ. ഞങ്ങളുടെ സമർപ്പണത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവിന്റെ മിഷനോടുള്ള സമർപ്പണത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം എത്ര ശക്തമാണ്. നമ്മൾ വീണ്ടും ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വന്നേ. അവിടെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 19, 20, 21 വചനം പൗലോസ്ലീഹായുടെ കർത്താവിൻ്റെ മിഷനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റും തീഷ്ണതയും പ്രതിബദ്ധതയും വെളിപ്പെടുത്തുന്ന വചനമാണിത്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തി യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസ്ലീഹായെ കല്ലെറിയിച്ചു. മരിച്ചുപോയി എന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം ബർന്നബാസുമൊത്ത് അവൻ ദർഭയിലേക്ക് പോയി. ആ നഗരത്തിൽ അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. ഈ വചനങ്ങളിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? പൗലോസ്ലീഹായ്ക്ക് കർത്താവിന്റെ മിഷനോടുണ്ടായിരുന്നൊരു കമ്മിറ്റ്മെന്റ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ കമ്മിറ്റ്മെന്റ് ഞാനും നിങ്ങളുമാണ് എടുക്കേണ്ടത്. കല്ലെറിയിക്കുകയാണ്, പൗലോസിനെതിരെ കല്ലെറിയിക്കുകയാണ്. ഒരുപാട് കല്ലേർ അദ്ദേഹം കൊണ്ടു കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി. മരിച്ചുപോയി എന്ന് കരുതിയ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, കല്ലെറിഞ്ഞവരും കൂടി നിൽക്കുന്നവരും പൗലോസ്ലീഹ മരിച്ചുപോയി എന്ന് കരുതണമെങ്കിൽ ആ സമയത്ത് പൗലോസിന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം അതുപോലെ ശാരീരികമായി തകർന്നുപോയി. ശരീരം മുഴുവൻ ഈ കല്ലേറ് കൊണ്ട് മുറിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ രക്തസ്രാവമുണ്ടായി. അദ്ദേഹം ബോധരഹിതനായി എന്ന് മാത്രമല്ല, അദ്ദേഹം മരണപ്പെട്ടു എന്ന് ചിന്തിക്കുമാർ വളരെ ഗുരുതരമായ ഒരു അപകട സ്ഥിതിയിലായിരുന്നു പൗലോസിന്റെ ജീവൻ. ആ സമയത്ത് അവനെ വലിച്ചിഴക്കിയാണ്. ഈ പട്ടികളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നപ്പോൾ വലിച്ചിഴച്ച് പട്ടണത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. ഇതൊന്നും പൗലോസ്ലീഹ തനിക്ക് വേണ്ടിയല്ല, കർത്താവിന്റെ മിഷന് വേണ്ടിയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരു പൗലോസായിട്ട് ഇതുപോലെ ചിലപ്പോൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയില്ല. അത് പൗലോസ്ലീഹയ്ക്ക് കർത്താവ് കൊടുത്ത പ്രത്യേക വലിയ അഭിഷേകമായിരുന്നു. പക്ഷെ നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ബിസിനസ് മാർഗങ്ങളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ പരിചയക്കാരിൽ, അവിടെയെല്ലാം കർത്താവിൻ്റെ മിഷനു വേണ്ടി, ആ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ വ്യാപനത്തിനു വേണ്ടി കർത്താവ് നമ്മോട് പറയുന്ന സഹനങ്ങള് കൃപകളായി സ്വീകരിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, പിറുപിറുക്കാതെ പരാതികൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്കിതുപോലെ കല്ലേറ് കൊണ്ട്
മരണകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് പല ഹൃദയങ്ങളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും, അപ്രകാരമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, അവരെ കരുതാൻ പറ്റും, അവർക്ക് പിന്തുണ അറിയിക്കാൻ പറ്റും, അവർക്ക് ബലം കൊടുക്കാൻ പറ്റും, അവരെ എൻകറേജ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയല്ലേ? ഇതൊക്കെ കർത്താവിൻ്റെ മിഷനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ അടയാളങ്ങളാണ് സഹോദരങ്ങളെ. എല്ലാവരും കല്ലേറുകൊണ്ട് പൗലോസ്ലീഹയെ പോലെ ആകാനല്ല പരിശുദ്ധാത്മ പറയുന്നത്. ദൈവം നിന്നെ നിർത്തിയ മേഖലകളിൽ നീ ഇതുപോലെ കമ്മിറ്റ്മെന്റ് ഉള്ളവനാകണം, പ്രതിബദ്ധതയുള്ളവളാകണം. അതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വലിച്ചഴച്ചു കൊണ്ടുപോയി അവൻ മരിച്ചു എന്നെല്ലാവരും വിചാരിച്ചു. എന്നാൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ, ഇതാണ് അഭിഷേകമുള്ളവർ ഒന്നിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സ്പാർക്ക് ഉണ്ടാകും. വലിയൊരു ഡെലിവറിംഗ് പവർ, കർത്താവിന്റെ വിമോചനത്തിന്റെ ശക്തി പൗലോസിന് മേൽ ഇറങ്ങി വന്നു. മരണകരമായ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ പ്രവാചകനെ, തന്റെ അപ്പോസ്തലനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇതാണ് അഭിഷേകമുള്ളവർ ഒന്നിക്കുമ്പോൾ ഉണ്ടാകും. അനോയിന്റിംഗ് ഉള്ളവർ ഒന്നിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയിലും ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലല്ല നമ്മൾ ഇമ്പം കണ്ടെത്തേണ്ടത്. കർത്താവിനെ കണ്ടുമുട്ടിയവരുമായിട്ടുള്ള കൂട്ടായ്മകൾ, ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള മിനിസ്ട്രികളുമായി നമുക്ക് ബന്ധമുണ്ടാവണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് വളരെ ശ്രദ്ധിക്കണം. അവർ ഒന്നിച്ചു കൂടിയപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നാ പറയുന്നത്. അവൻ എഴുന്നേറ്റു. ആ മരണകരമായ, ആ വളരെ അപകടകരമായ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിമോചിപ്പിച്ച് ബലപ്പെടുത്തുകയാണ്. അഭിഷേകത്തിന്റെ പവർ, പരിശുദ്ധാത്മ ശക്തി, ആത്മശക്തിയുടെ വലിയ പ്രകടനമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. 20-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ പറയുന്നത്? 14:20 വചനം ഒരിക്കൽ കൂടെ വായിച്ച്. ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റു, പട്ടണത്തിൽ പ്രവേശിച്ചു. വീട്ടിലേക്ക് പോയി എന്നല്ല പറയുന്നത്, തന്നെ കല്ലെറിഞ്ഞ അതേ പട്ടണത്തിലേക്ക്. ശ്രദ്ധിച്ച് നിങ്ങൾ, കർത്താവിന്റെ വചനവുമായി പൗലോസ് പോയി. എൻ്റെ സഹോദരങ്ങളെ, ആ മിഷനോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, നമ്മളാണെങ്കിൽ ആരെങ്കിലും പിന്നെ വഴിക്ക് പോകുന്ന പല മിഷണറിമാർ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. ഞാൻ അവരെയോർത്ത് കർത്താവിന് സ്തുതിക്കുന്നു. അങ്ങനെ തീഷ്ണതയുള്ള, സമർപ്പണമുള്ള, ആത്മാവിന്റെ തീയുള്ള പല മിഷണറിമാരും ഇന്നും കർത്താവിന്റെ സഭയിലുണ്ട്. അവരാണ് രക്തസാക്ഷികൾ. അവർക്ക് ഭയമില്ല, മടിയില്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവർ തങ്ങളുടെ ജീവൻ വിലപ്പെട്ടതായി കാണുന്നില്ല. ഈ ജീവൻ കർത്താവിന് വേണ്ടി പണയപ്പെടുത്തുന്നവരാ, മിഷന് വേണ്ടി പണയപ്പെടുത്തിയവരാ. ജീവൻ നഷ്ടപ്പെട്ടാലും അവർക്ക് ആനന്ദം തന്നെയാണ്. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി എന്ന് ചിന്തിക്കുന്നവരാണ്, തീരുമാനമെടുത്തവരാണ് ഇത്തരത്തിലുള്ള ആത്മാക്കൾ. പട്ടണത്തിലേക്ക് പോയി. വീണ്ടും എന്താ പറയുന്നത്? അടുത്ത ദിവസം. നമ്മൾ ചിന്തിച്ചു, അടുത്ത ദിവസം തന്നെ ഒരു റെസ്റ്റ് എടുത്തില്ലേ? നമ്മൾ പലപ്പോഴും ഒരു 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ദൈവമേ നമുക്ക് പിന്നെ 1-2 ദിവസങ്ങൾ ക്ഷീണമാണ്. ഒരു റെസ്റ്റും ഇതുപോലെ കല്ലേറുകൊണ്ട് മരണമുഖത്തെത്തി അത്രയും അപകടകരമായ അവസ്ഥയിൽ നിന്ന് പൗലോസ്ലീഹയെ പരിശുദ്ധാത്മ വിമോചിപ്പിച്ച് അഭിഷേകം കൊടുത്തു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അവന് ശാരീരികമായി അവിടെ ഇവിടെയൊക്കെ ചില വേദനകളൊക്കെ ഉണ്ടാവും. സൗഖ്യം കിട്ടി, പൗലോസിന് വിമോചനം ഉണ്ടായി, അനോയിന്റിങ് കിട്ടി, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെതായ ചില ശാരീരിക പീഡകൾ അപ്പോഴും പൗലോസിനുണ്ട്. അതൊന്നും വകവയ്ക്കാതെ അടുത്ത ദിവസം തന്നെ ദർഭയിലേക്ക് പോയി. അടുത്തത് ബർന്നബാസുമായി അവർ ദർഭയിലേക്ക് പോയിട്ട് അവിടെ എന്താ ചെയ്തത്? കർത്താവിന്റെ വചനം അവിടെ മിഷൻ ചെയ്യാണ്. ആ നഗരത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, വളരെയും മാനസാന്തരപ്പെടുത്തി. അവർ കർത്താവിന്റെ പ്രേക്ഷിതരായി. എൻ്റെ സഹോദരങ്ങൾ, ഈ വചനം ഞാൻ പങ്കുവെച്ചത് കർത്താവിന്റെ മിഷനോടുള്ള പൗലോസ്ലീഹയുടെ കമ്മിറ്റ്മെന്റാണ്. നമുക്ക് സമർപ്പണത്തിലേക്ക് വരാം. നമ്മുടെ സമർപ്പണം വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തുക.
കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ ആനന്ദം കണ്ടെത്തുക, അതിൽ അഭിമാനം കൊള്ളുക. പരിശുദ്ധാത്മാവിനെ സമർപ്പണമുള്ളവർ ആവശ്യമുണ്ട്. ഈ മിഷൻ മാസത്തിൽ കർത്താവിൻ്റെ മിഷൻ ലോകം മുഴുവനും തീ പോലെ പടരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ മിഷന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതിലൊരുവനായി ഒരുവളായി ഞാനും നിങ്ങൾ മാറട്ടെ. യെസ് ലോർഡ്. യെശയ്യാ പ്രവചനം 6:8 കർത്താവ് ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ ആരെയാണ് അയക്കുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കെടുക്കാം. ഇതാ ഞാൻ, കർത്താവെ എന്നെ അഭിഷേകം ചെയ്താലും എന്നെ അയച്ചാലും അങ്ങയുടെ മിഷന് വേണ്ടി ഞാൻ തയ്യാറാ കർത്താവെ. അങ്ങയുടെ വചനത്തിന് വേണ്ടി ഞാൻ റെഡിയാ കർത്താവെ. എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സാധ്യതകൾ, എൻ്റെ അവസരങ്ങൾ എല്ലാം അങ്ങയുടെ മിഷന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു. ഇതാ ഞാൻ, കർത്താവേ എന്നെ അഭിഷേകം ചെയ്താലും ഞങ്ങൾ അയച്ചാലും